ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു ഫേവററ്റ് സ്നാക്കിൻ്റെ, എൻ്റെ എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെയൊക്കെ ഫേവററ്റ് സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് അമ്മ ഇന്ന് എത്തുന്നത് കേട്ടോ. നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉപയോഗിച്ചുണ്ടാക്കുന്ന കേരളത്തിൻ്റെ തനതായ ഒരു പോപ്പുലർ സ്നാക്കാണ് നമ്മുടെ ഏത്തക്ക അപ്പം. അതും അല്ലെങ്കിൽ ബനാന ഫ്രിറ്റേഴ്സ്. പിന്നെ ഒരു കിടിലം പേരുണ്ട്, പഴംപൊരി അല്ലേ. പഴംപൊരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും തട്ടുകടയിലെ പഴംപൊരിയാണ് ഇഷ്ടം അല്ലേ. എന്നാൽ അമ്മയുടെ ഈ ഒരു സ്പെഷ്യൽ പഴംപൊരി റെസിപ്പി നിങ്ങൾക്കും വീട്ടിൽ ഫോളോ ചെയ്യാം. വീഡിയോ മുഴുവനായി തന്നെ നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും തരാൻ മറക്കണ്ട. പെട്ടെന്ന് തന്നെ അമ്മയുടെ ഏത്തക്ക അപ്പം കണ്ടിട്ട് മടങ്ങിയെത്താം. ഇതുപോലെ മിക്സിയുടെ ഒരു ജാറിലാണ് പഴംപൊരിയുടെ ബാറ്റർ ഞാൻ തയ്യാറാക്കുന്നത്. അതാകുമ്പോൾ കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് റെഡിയാക്കിയെടുക്കാം. അപ്പം ജാറിലേക്ക് ഇൻഗ്രീഡിയൻസൊക്കെ നന്നായി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് മൈദ ആദ്യം തന്നെ അങ്ങ് ചേർക്കാം. കൂടാതെ ഒരു ചെറിയ കളറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം ക്രഷ് ചെയ്തതാണ്, അതുകൂടി ചേർക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചത് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. പഴംപൊരിക്ക് ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിപ്പൊടിയാണിത് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കടലമാവ് ഒട്ടും കൂടി പോകരുത്. ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി പോകാതെ ശ്രദ്ധിക്കണം. 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ മധുരമൊക്കെ അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ക്രമീകരിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. കൂടാതെ ഇവിടെ ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. നല്ല കട്ട തൈര് 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് അധികം പുളിയുള്ള തൈരല്ല കേട്ടോ. ഇനി അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം കൈ തൊടാവുന്ന തരത്തിലുള്ളൊരു ചെറിയ ചൂടോട് കൂടിയ വെള്ളമാണ്. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ദോശമാവിൻ്റെ അയവിൽ ഒരു തിക്കായിട്ടുള്ള ബാറ്റർ വേണം നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് അരച്ചെടുത്ത ബാറ്റർ ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തിക്കായ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഉപ്പും മധുരവും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരല്പം ഉപ്പ് കൂടിയാകാമെന്ന് തോന്നുന്നു. ഇനി 1 ടീസ്പൂൺ കറുത്ത എള്ളാണിത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിരിക്കും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പഴമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു 4 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം അത്യാവശ്യം നന്നായി പഴുത്ത പഴമാണ് എന്ന് കരുതി ഓവറായിട്ട് പഴുത്ത പഴമാകാനും പാടില്ല കേട്ടോ. തൊട്ടാലങ്ങ് കൂടുതൽ ഞെങ്ങാത്ത ഒരു പരുവമായിരിക്കണം. എന്നാൽ പുറമൊക്കെ ഇതുപോലെ ഒന്ന് കറുത്ത് തുടങ്ങിയതുമായിരിക്കണം. അതുപോലെ തന്നെ പഴം എടുക്കുമ്പോൾ നല്ല നാടൻ ഏത്തപ്പഴമാണ് പഴംപൊരിക്ക് ഏറ്റവും ഉത്തമം കേട്ടോ. ഓവറായി പഴുത്ത പഴമായാൽ അത് എണ്ണ കുടിക്കാൻ സാധ്യതയും കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പഴത്തിൻ്റെ സെലക്ഷനിലാണ് നമ്മുടെ പഴംപൊരിയുടെ പ്രധാന ഘടകം ഇരിക്കുന്നത്. ഇതിപ്പം ഏകദേശം 1 കിലോ പഴമുണ്ട് കേട്ടോ. ഇതിപ്പോൾ തൊലി കളഞ്ഞിട്ട് നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം. ഒരു പഴം ഇതുപോലെ 3ആയിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. 4 പഴവും ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴംപൊരി തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ വേണ്ടവർക്ക് അതും ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടാകട്ടെ. നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോയിലേക്കാക്കണം. അതിനുശേഷം പഴത്തിൻ്റെ ഓരോ പീസും ബാറ്ററിൽ ഇതുപോലെ നന്നായി മുക്കി എക്സസ് ആയിട്ടുള്ള ആ ബാറ്ററൊക്കെ ഒന്ന് കളഞ്ഞ് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാറ്ററൊക്കെ പഴത്തിലേക്ക് നന്നായി കോട്ടാക്കാൻ ശ്രദ്ധിക്കണം. 3 എണ്ണമേ ഈ ഒരു ബാറ്ററിൽ ഞാൻ ഇടുന്നുള്ളൂ. അധികം അങ്ങ് തിക്കി ഇടണ്ട. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കി വെക്കാം. ഒരു വശം ഒന്ന് കളർ മാറിയാൽ മറുവശത്തേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറുവശവും ഒന്ന് കളർ മാറി തുടങ്ങിയാൽ എണ്ണയിൽ നിന്നും ഇത് കോരി ഒരു സ്ട്രെയിനറിലേക്ക് അങ്ങ് മാറ്റാം. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. ചില ചായക്കടയിൽ നിന്നൊക്കെ പഴംപൊരി മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അകത്ത് ഏത്തപ്പഴത്തിൻ്റെ ഒരു ചെറിയ സ്ലൈസേ കാണുകയുള്ളൂ, പക്ഷേ പുറത്ത് കണ്ടമാനം മാവങ്ങ് കോട്ടായിട്ടിരിക്കും. ഇതിൻ്റെ പുറത്തങ്ങനെ ഓവറായിട്ട് മാവ് കോട്ടായിട്ടില്ല. അത്യാവശ്യം എന്നാലേ ഒരു കോട്ടിങ് ഉണ്ട് താനും. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പഴംപൊരിയാണിത് കേട്ടോ. ഈ ഒരു പഴംപൊരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലേ, അതിൻ്റെ പുറത്തെ കോട്ടിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്.
അതുപോലെ ടേസ്റ്റിയുമാണ്. നമ്മളിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ടല്ലോ, തൈരും പിന്നെ കടലമാവും. ഇതൊക്കെ ചേർത്ത് നമ്മൾ ആ ഒരു ബാറ്റർ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഈ പഴംപൊരിയുടെ കോട്ടിങ്ങിനൊരു പ്രത്യേക ടേസ്റ്റും സ്വാദും ഉണ്ട്. ആവശ്യത്തിനുള്ള ക്രിസ്പിനെസ്സും ഉണ്ട്. ബാക്കിയുള്ള പഴം ഇതുപോലെ ബാറ്ററിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഇതുപോലെ പഴംപൊരി തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്വാദിനെക്കുറിച്ച് മനസ്സിലാകും. അപ്പോൾ നല്ല നാടൻ ഏത്തപ്പഴം, നല്ല മധുരമുള്ളതും ഞാൻ പറഞ്ഞതുപോലെ ആവശ്യത്തിന് പഴുത്തതുമായ പഴം വാങ്ങി അടുത്ത 4 മണി കാപ്പിക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ പഴംപൊരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ച ശേഷം നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതണം. കൂട്ടത്തിൽ വീഡിയോ കണ്ടതിന് ശേഷം റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. കറി വിത്ത് അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും റെസിപ്പി അമ്മ വഴി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും ഫീഡ്ബാക്സ് വഴി അറിയിക്കണം. ഞങ്ങൾ അത് ഞങ്ങളുടെ റെസിപ്പീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കറി വിത്ത് അമ്മ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.